എന്തൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ ചെയ്ത കാര്യങ്ങൾ? പറയൂ. രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേപ്പാടിയിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ 1 പ്രവർത്തിക്കുന്നത്. അപ്പം അല്പസമയം മുൻപ് ഇതിന് സമീപത്തുള്ള മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ നിന്നും ഈ നമ്മളെല്ലാവരും നിൽക്കുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെയുള്ള ഓരോ റൂമുകളിലും, അതായത് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഓരോ മുറികളിലും കയറി ഓരോരുത്തരെ കണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കാരണം എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതെന്നും എന്താണ് നിലവിലെ സാഹചര്യമെന്നും എന്തെല്ലാം ആവശ്യങ്ങളാണ്, അതായത് ഇനി എന്തൊക്കെയാണ് ഇവർക്ക് ആവശ്യമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയും കൂടുതൽ കാര്യങ്ങൾ ഇത്തരം ആളുകളോട്, അതായത് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ ഈ രാഹുൽ ഗാന്ധി വരുന്നു എന്നറിഞ്ഞിട്ട് വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ദുരന്ത മേഖലയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മിതത്വം പാലിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിൽ തങ്ങളുടെ MP വന്ന പശ്ചാത്തലത്തിൽ MP യെ കാണാനായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഭക്ഷണം പലരും കഴിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിസിറ്റിന് ശേഷം സെൻറ്റ് ജോസഫ് UP സ്കൂളിലേക്കാണ് പോവുക. അതും മേപ്പാടിയിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ വെച്ചിട്ട് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മാധ്യമപ്രവർത്തകരെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ ദുരന്ത ഭൂമിയിലെ ഈ നടക്കുന്ന ഈ ദൃശ്യങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടതെന്നും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് MP എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളും എന്തെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ വയനാട്ടിൽ എത്തിക്കാൻ പറ്റും എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയും. ഒരു ഭാഗത്ത് ഈ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് രാഹുൽ ഗാന്ധി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. പക്ഷേ അതിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയും സർവകക്ഷി യോഗത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആദ്യം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി ഇവിടെയുള്ള ആളുകളെ പരമാവധി കണ്ട് അവരിൽ നിന്നും കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെയും ഒപ്പം തന്നെ ഈ സർവകക്ഷി യോഗത്തിലേക്കും പോവുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ ആസാദ് മൂപ്പൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരെ കാണുക എന്ന് പറയുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രദേശവാസികളുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് ദുരിതം പെയ്തിറങ്ങിയ നാളുകളുടെ കഥകൾ നാട്ടുകാർ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു.